ചെടികൾ വളരാനും പെട്ടെന്ന് തന്നെ പൂവിടാനുമായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു സവാള മാത്രം. ഒരു മാസമേ ആയിട്ടുള്ളൂ നട്ടിട്ട്. അപ്പോൾ ഇതിലും പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹലോ, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസം ചെടികളെല്ലാം ഒരു മാസം കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ട് പൂവിടുന്നതിനുള്ള ഒരു അടിപൊളി ടിപ്സാണ് പറയുന്നത്. ഈ ചൈനീസ് ബോൾസം ചെടിയൊക്കെ നമ്മൾ നട്ടിട്ട് 2 മാസമായ ചെടിയാണ്. അപ്പോൾ നിറയെ പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട്, നിറച്ച് മുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി 1 മാസം പ്രായമായ തൈകൾ കാണിച്ചു തരാം. ഇതെല്ലാം 1 മാസമേ ആയിട്ടുള്ളൂ നട്ടിട്ട്. അപ്പോൾ ഇതിലും പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നത് ഈ ഒരു കളറായിരുന്നു. നമ്മൾ വേറെ വെറൈറ്റി കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ പൂവൻ തുടങ്ങി. ഇത് 1 മാസമേ ആയുള്ളൂ. അപ്പോൾ ഇങ്ങനെ 1 മാസം കൊണ്ട് തന്നെ വളർന്ന് ഹെൽത്തി ആയിട്ട് വളർന്ന് മുട്ടിടാനും പൂവുണ്ടാകാനും ഒക്കെയുള്ള ഒരു അടിപൊളി ടിപ്സ് നമുക്ക് കാണാമേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് തരാൻ തീർച്ചയായിട്ടും മറക്കരുത്. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇത് കണ്ടോ, ചെടികൾ വളരാനും പെട്ടെന്ന് തന്നെ പൂവിടാനുമായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു സവാള മാത്രം മതി. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നതെന്ന് പറയാം. ഇതായിട്ട് നമ്മുടെ സവാള നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. തൊലി കളഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ടുണ്ട് കനം കുറച്ച്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് സവാള. ഒരല്പം വെള്ളം ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം, അപ്പം നമ്മൾ 1/2 ലിറ്റർ വെള്ളമാണ് ആകെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 1/2 ലിറ്റർ വെള്ളം നമ്മൾ അരയ്ക്കാൻ എടുത്തതിൻ്റെ ബാക്കിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലൊരു ടിന്നിലേക്ക്, എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിലേക്ക് അടച്ച് സൂക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന ഈ സവാള നീര് ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. 1 ഗ്ലാസ് സവാള നീരിലേക്ക് 10 ഇരട്ടി വെള്ളവും ചേർത്ത് ചെടികളുടെ എല്ലാം ചോട്ടിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കത് 1 മാസത്തോളമൊക്കെ വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വെച്ചിരുന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെടി നനച്ച് കൊടുക്കുന്നില്ലേ, അപ്പോൾ ആ ചെടി നനച്ച് കൊടുക്കാൻ എടുക്കുന്ന വെള്ളത്തിനോടൊപ്പം ഒരല്പാൽപ്പം ചേർത്തിട്ട് എല്ലാ ദിവസവും ചെടിയുടെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും പെട്ടെന്ന് തന്നെ പൂവിടാനുമായിട്ട് ഈ ഒരു സവാള നീര് നല്ലപോലെ പ്രയോജനം ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.